BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. തകർന്ന റോഡിലെ കുഴിയിൽ ഉപവസിച്ച് പഞ്ചായത്ത് അംഗത്തിന്റെ പ്രതിഷേധം. ജൽജീവൻ പദ്ധതിക്ക് പൈപ്പ് സ്ഥാപിക്കാൻ കാലയെടുത്തത് മൂലം തകർന്ന റോഡുകൾ ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കുന്നുകര പഞ്ചായത്ത് അംഗം ജിജി സൈമണാണ് റോഡിലെ കുഴിയിലിരുന്ന് പ്രതിഷേധിച്ചത്. തടിക്കൽ കടവ് അമ്മണത്ത് പള്ളം റോഡിൽ വയൽക്കര ജുമാ മസ്ജിദിന് സമീപമായിരുന്നു സമരം. 5 കിലോമീറ്ററോളം ദൂരം വരുന്ന ഈ റോഡ് ഉൾപ്പെടെ കുന്നുകര പഞ്ചായത്തിലെ എല്ലാ ഗ്രാമീണ റോഡുകളും ജൽജീവൻ പദ്ധതി നിർമ്മാണം മൂലം തകർന്നു കിടക്കുകയാണ്. റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് 3 ആഴ്ച മുൻപ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ജൽജീവൻ പദ്ധതി ഓഫീസിലെത്തി നിവേദനം നൽകിയിരുന്നു. ജൂൺ 3 മുൻപ് ടാറിംഗ് പൂർത്തിയാക്കുമെന്നും അധികൃതർ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങിയത്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മിനിമോൾ സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി ലിസി ജോസ് അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു, സിജി വർഗീസ്, കവിത വി ബാബു, സീന സന്തോഷ്, രതി ബാബു, വിജി ജോളി, സാറ റഹീം, ബുഷറ അബ്ദുൽ ഖാദർ, MM സുധീർ, R അനിൽ, MM അബ്ദുൾ ജബ്ബാർ, റഷീദ് കുടിയൻ, CO ജബ്ബാർ, CM മജീദ്, ഷിബി പുതുശ്ശേരി, കരീം കാഞ്ഞോടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വൈകിട്ട് നടന്ന സമാപന സമ്മേളനം DCC ജനറൽ സെക്രട്ടറി KV പോൾ ഉദ്ഘാടനം ചെയ്തു. തൃപ്പൂണിത്തുറയിൽ കാറിൽ കടത്തിയ കോടികളുടെ ലഹരി മരുന്നുമായി നഴ്സിംഗ് വിദ്യാർത്ഥിനി അടക്കം 2 പേർ പിടികൾ. ഏറ്റുമാനൂർ സ്വദേശി അമീർ മജീദ്, ചങ്ങനാശ്ശേരി സ്വദേശിനി വർഷ എന്നിവരാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസിന്റെ പിടിയിലായത്. ഒരാൾ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞു. കോട്ടയം സ്വദേശി ഇജാസാണ് പോലീസിനെ വെട്ടിച്ച് കടന്നത്. ഇജാസാണ് ലഹരി മാഫിയ സംഘത്തിലെ പ്രധാനി എന്നാണ് പിടിയിലായവർ നൽകിയിരുന്നു. ഇയാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ശനിയാഴ്ച ഉച്ചയ്ക്ക് കരിങ്ങാച്ചിറയിൽ പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെയാണ് സംഘത്തെ പിടികൂടിയത്. പോലീസ് കൈ കാണിച്ചെങ്കിലും സംഘം കാർ നിർത്താതെ പാഞ്ഞു. പിന്നാലെ പോലീസും ഇരുമനത്തെത്തിയതോടെ പോലീസിന്റെ കണ്ണുവെട്ടിക്കാൻ നടത്തിയ നീക്കം ലഹരി സംഘത്തിന് വിനയായി. കാർ ഷോറൂമിലേക്കാണ് ലഹരി സംഘം വാഹനം ഓടിച്ചു വഴിയടഞ്ഞതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ പിന്നാലെ എത്തിയ പോലീസ് പിടികൂടി. കാറിൽ നിന്ന് 485 ഗ്രാം MDMA കണ്ടെത്തി. ബംഗളൂരുവിൽ നിന്നാണ് ലഹരി മരുന്ന് എത്തിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി ടെസ്റ്റ് ഗ്രൗണ്ടിന് പുറത്തിറങ്ങിയ ഉടൻ യുവാവിന്റെ പുതിയ ലൈസൻസിന് സസ്പെൻഷൻ. രൂപമാറ്റം വരുത്തിയ ബൈക്കുമായി ടെസ്റ്റിനെത്തിയതാണ് ഏലൂർ സ്വദേശി നെൽസൺ വിനയായത്. ഡ്രൈവിംഗ് സ്കൂൾ വാഹനത്തിൽ ടെസ്റ്റ് വിജയകരമായി പൂർത്തിയാക്കിയ നെൽസൺ മടങ്ങാനായി ടെസ്റ്റ് ഗ്രൗണ്ടിന് സമീപത്ത് വെച്ചിരുന്ന ബൈക്കിൽ കയറിയപ്പോഴാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ VI ആസിം പിടികൂടിയത്. രൂപമാറ്റം വരുത്തിയ ബൈക്കിന്റെ രേഖകൾ വെബ്സൈറ്റിൽ പരിശോധിച്ചപ്പോൾ നിയമലംഘനത്തിന് തുടർച്ചയായി പിടിയിലാകുന്ന വ്യക്തിയാണ് നെൽസൺ എന്ന് ബോധ്യപ്പെട്ടു. കുറഞ്ഞ കാലയളവിൽ 11 തവണ ബൈക്ക് പിടികൂടി പിഴ ഈടാക്കിയതായും സൈറ്റിലുണ്ട്. ഇതിനകം 39,000 രൂപ പിഴ ചുമത്തിയതായും കണ്ടെത്തി. ഇന്നലെ കണ്ടെത്തിയ രൂപമാറ്റക്കുറ്റത്തിന് 20,000 രൂപ കൂടി പിഴ ചുമത്തി. കിഴക്കമ്പലത്ത് നിന്ന് തുടങ്ങി നെല്ലാട് അവസാനിക്കുന്ന 14.4 കിലോമീറ്റർ വരുന്ന റോഡിന്റെ ദുർഗതിക്ക് 1.5 പതിറ്റാണ്ടായി മാറ്റമില്ല. ചുവപ്പ് നാടയിൽ കുടുങ്ങിയ ഫയലുകൾ, ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും അനാസ്ഥ. ഈ റോഡിന്റെ ദുർഗതി മാറാൻ ഇനിയും അനന്തമായി കാത്തിരിക്കണം. ഇടക്കേതാനും ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണി ചെയ്തതിനാൽ വലിയ വാഹനങ്ങൾക്ക് കഷ്ടിച്ച് യാത്ര ചെയ്യാം. ഇരുമുന്നണികളും മാറി മാറി ഭരിച്ചിട്ടും റോഡിന്റെ ഇന്നത്തെ സ്ഥിതി ദയനീയമാണ്. റോഡിനായി രൂപീകരിച്ച നെല്ലാട് റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഒട്ടേറെ പ്രതിഷേധങ്ങളും സമരങ്ങളും നടത്തി. ഒടുവിൽ റോഡ് കോടതി കയറിയിട്ടും സ്ഥിതി മാറിയില്ല. റോഡ് പുനർനിർമ്മാണത്തിനടക്കം പ്രഖ്യാപനങ്ങൾ ഒരുപാട് വന്നെങ്കിലും നിർമ്മാണം മാത്രം നടന്നിട്ടില്ല. വേനൽ മഴയിൽ കൊച്ചി മുങ്ങിയതിനെ ചൊല്ലി കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ ബഹളം. ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടെ മേയർ ഡയസിൽ നിന്ന് ഇറങ്ങിപ്പോയി. നഗരത്തിലെ വെള്ളക്കെട്ട് വിഷയത്തിൽ നഗരസഭയ്ക്കെതിരെയുള്ള പ്രതിഷേധ വേദിയാക്കി കൗൺസിൽ യോഗത്തെ പ്രതിപക്ഷം മാറ്റിയപ്പോൾ മേയർ അനുകൂലിച്ചുള്ള മുദ്രാവാക്യം വിളികളുമായി ഭരണപക്ഷവും രംഗത്തെത്തി. നഗരസഭ റൂം ഫോർ റിവർ എന്നെഴുതിയ വഞ്ചിയുടെ മാതൃക ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. ഭരണസമിതി യോഗത്തിൽ 5 ദിവസം മുൻപ് ചോദ്യങ്ങൾ നൽകിയിട്ടും മേയർ കൗൺസിൽ മറുപടി നൽകാതിരുന്നത് ഭരണപരാജയമാണെന്ന് UDF കൗൺസിലർമാർ ആരോപിച്ചു. എല്ലാവരും കക്ഷി രാഷ്ട്രീയം മുൻനിർത്തിയാണ് സംസാരിക്കുന്നത്. അതിനു മുന്നിൽ കീഴടങ്ങില്ലെന്ന് മേയറും വ്യക്തമാക്കി. നഗരത്തിലെ ഓടകളിൽ മാലിന്യം കൂടുകളിലാക്കി കെട്ടി ഓടകളിലേക്ക് തള്ളുന്നത് വർദ്ധിച്ചു വരികയാണ്. ഇത് അനുവദിക്കില്ലെന്നും മേയർ മുന്നറിയിപ്പ് നൽകി.
ഇടപ്പള്ളി ജംഗ്ഷനെയും കാക്കനാട് കളമശ്ശേരി മേഖലകളെയും വെള്ളക്കെട്ടിലാക്കിയ ചെളി നിറഞ്ഞ ഇടപ്പള്ളി തോടിന്റെ ശുചീകരണം ആരംഭിച്ചു. കൊച്ചി കോർപ്പറേഷൻ അനുവദിച്ച 80 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഓപ്പറേഷൻ വാഹിനി പദ്ധതിയുടെ ഭാഗമായി 20 ലക്ഷം രൂപയുടെ പദ്ധതിയും ഉടൻ ആരംഭിക്കുമെന്ന് സ്ഥലം സന്ദർശിക്കാനെത്തിയ മന്ത്രി പി രാജീവ് പറഞ്ഞു. മേയർ എം അനിൽകുമാറും സ്ഥലം സന്ദർശിച്ചു പ്രവർത്തനങ്ങൾ വിലയിരുത്തി. പായലും ചെളിയും നീക്കുന്ന പ്രവർത്തനങ്ങൾക്കൊപ്പം ഇടപ്പള്ളി തോടിനെ ചമ്പക്കര കനാലുമായി ബന്ധിപ്പിക്കുന്ന സൗത്ത് എൻഡിലെ മൗത്ത് ഭാഗത്തെ ശുചീകരണവും ആരംഭിച്ചു. മുട്ടാർപുഴയിൽ നിന്ന് ആരംഭിച്ച പൈപ്പ് ലൈൻ പാലം വരെയുള്ള ഭാഗത്തെ ശുചീകരണം കൊച്ചി കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് പുരോഗമിക്കുന്നത്. പൈപ്പ് ലൈൻ മുതൽ പാലച്ചുവട് വരെയുള്ള സ്ട്രെച്ചിലെ 6.7 ലക്ഷം രൂപ ചെലവിൽ നടപ്പാക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ ചൊവ്വാഴ്ച ആരംഭിക്കും. പാലച്ചുവട് മുതൽ തുതിയൂർ സ്റ്റീൽ പാലം വരെയുള്ള പ്രദേശത്തെ തോട് ശുചീകരണത്തിനായി 10 ലക്ഷം രൂപയുടെ പ്രവൃത്തികളും ഉടൻ ആരംഭിക്കും. കനത്ത മഴയെ തുടർന്ന് ഇൻഫോ പാർക്കിൽ വെള്ളം കയറിയതോടെ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിച്ചു. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഭൂരിഭാഗം കമ്പനികളും ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിച്ചു. ശക്തമായ മഴയിൽ തുടർച്ചയായ വെള്ളം കയറിയതോടെ ജീവനക്കാർ കൂട്ടമായി അവധിയെടുക്കുമെന്ന് പറഞ്ഞതോടെയാണ് വർക്ക് ഫ്രം ഹോം അനുവദിച്ചത്. കൊച്ചിയിൽ ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. രാത്രി മഴ മാറുന്നതിനാൽ വെള്ളക്കെട്ടുകൾ ഒഴിവായി. ശരാശരി 200 മില്ലിമീറ്റർ മഴയാണ് കഴിഞ്ഞ 2 ദിവസത്തിൽ എറണാകുളത്ത് ലഭിച്ചത്. ഓടുകൾ വൃത്തിയാക്കാത്തതിനാൽ വെള്ളം ഒഴുകിപ്പോകുന്നതിന് പ്രതിസന്ധി നേരിടുന്നുണ്ട്. കളമശ്ശേരി, തൃക്കാക്കര, കൊച്ചിൻ കോർപ്പറേഷനുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ജില്ലയിൽ ഇതുവരെ 3 ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.